വാർദ്ധക്യകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ഫെലിക്സ് ജോൺസ് ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഡോക്ടർ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം വാർദ്ധക്യത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം 45 വയസ്സായിരുന്നു. എന്നാൽ ഇന്ന് അത് 77 വയസ്സായിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വാർദ്ധക്യമുള്ളവരുടെ ആയുസ് കൂടി, വാർദ്ധക്യമുള്ള ഒരു സമൂഹം വളരെ അധികമായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ഒരു വാർദ്ധക്യ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാഴ്ചപ്പാട് ആയിരിക്കേണ്ടത്. പല രോഗങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. രോഗബാധിതരായ അനേകം ആൾക്കാരെ ഒരു കാലത്ത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആരോഗ്യരംഗത്തുള്ള വലിയ നേട്ടങ്ങളും സാക്ഷരതയും ജനങ്ങളുടെ അറിവും എല്ലാം ജനങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു നല്ല ഉൾക്കാഴ്ച ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഡോക്ടർമാരെ സമീപിക്കുകയും മാത്രമല്ല, ഇന്നത്തെ കൺസെപ്റ്റിൽ ആരോഗ്യം എന്നുള്ളത് ജനങ്ങളുടെ ഒരു അവകാശമാണ്. ഗവൺമെൻറ്റും കോടിക്കണക്കിന് രൂപ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ധാരാളം പദ്ധതികൾ ഇന്ന് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകമെമ്പാടും ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കേരളം വരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ ഇന്ത്യയിലെ സാക്ഷരതയിലും ആരോഗ്യരംഗത്തും കേരളം ഇന്ന് വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ, എന്താണ് ഈ ജീറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വലിയ ഒരു സമൂഹം ഇന്ന് വാർദ്ധക്യത്തിലുള്ള ഒരു സമൂഹമായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. പലരും സമയത്ത് ചികിത്സകൾ എടുക്കുന്നില്ല, ആരംഭത്തിൽ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നില്ല, രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നില്ല. അത് നിമിത്തം നമുക്ക് പറയാം, 60ഉം 70ഉം വയസ്സാകുമ്പോഴായിരിക്കും രോഗത്തിൻ്റെ മൂർധന്യാസത്തിൽ വരുന്നത്. ഇന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗം 30 വയസ്സിൽ താഴേക്കായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഒരു 4 മാസത്തിൽ 40,000-ഓളം ഹാർട്ട് രോഗികൾ വന്നു. അതിൽ 23 വയസ്സുള്ള ഒരാൾക്ക് വരെയും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഒരു കാലഘട്ടം ഇന്ന് മാറിയിരിക്കുകയാണ്. വലിയൊരു ഷിഫ്റ്റ് നടക്കുകയാണ്. ഒരു കാലത്ത് 50-നും 60-നും മുകളിൽ പ്രായമുണ്ടായിരുന്നവർക്കുണ്ടായിരുന്ന പല പല രോഗങ്ങളും ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രായമാകുന്നവരെ നോക്കിയിരിക്കാതെ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യത്തിന് വേണ്ട മുൻകരുതലും ജീവിതശൈലിയിലുള്ള കൺട്രോളും പരിശോധനകളും നടത്തുകയാണെങ്കിൽ ഈ ചെറുപ്പത്തിൽ തന്നെ രോഗം വരാതിരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത് മൂർച്ഛിച്ചു വന്ന് പലവിധ സങ്കീർണമായ രോഗങ്ങളായിട്ട് വാർദ്ധക്യത്തിൽ വന്നു കഴിയുമ്പോൾ അത് ചികിത്സിക്കുവാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലതരം രോഗങ്ങളാണ് ഈ വാർദ്ധക്യകാലത്ത് ഇപ്പോൾ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഈ വാർദ്ധക്യകാലത്ത് വരുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതായ നമുക്ക് ഇന്ന് പറയാൻ വന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ്, കൊറോണറി ആർട്ടറി ഹാർട്ട് ഡിസീസ്, സെർവോവാസ്കുലർ എന്ന് പറഞ്ഞാൽ വാസ്കുലർ ആയിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ മറ്റ് ആർത്തറൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്, ഈ ശ്വാസകോശ പരിശോധന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പിന്നെ മാനസിക രോഗങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ ശരീരത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നതിനനുസരിച്ചുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിനുണ്ടാകുന്ന ഡയബറ്റീസിൻ്റെ എണ്ണം
കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 92% ആൾക്കാർക്കും ഒരു രോഗം ഇങ്ങനെ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഡയബറ്റീസ് 60 വയസ്സ് കഴിഞ്ഞവർക്ക്. ഒരു 72% ആൾക്കാർക്ക് 2 രോഗങ്ങൾ ഉണ്ടായിരിക്കും, അതായത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും. അതുപോലെ ഹാർട്ട് ഡിസീസ്. ഇന്ന് ഹാർട്ട് ഡിസീസ്, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റും ഹാർട്ട് ഡിസീസുമായിട്ട് മരിക്കുന്നവരുടെ എണ്ണം 3-ൽ 2ആണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങൾ. ഇന്നലെ ലോക ക്യാൻസർ ഡേ ആയിരുന്നു. അപ്പം ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വാർദ്ധക്യത്തിലുള്ള ആൾക്കാരിൽ പലപ്പോഴും നേരത്തെ ഇതൊന്നും കണ്ടുപിടിക്കപ്പെടാത്തത് കൊണ്ട് രോഗാവസ്ഥയിലേക്ക് പോയി ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുള്ള ചികിത്സക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ തന്നെ കമ്മ്യൂണിറ്റി ലെവലിലും ഹോസ്പിറ്റൽ ലെവലിലുള്ള ഹെൽത്ത് ചെക്കപ്പുകളും സ്ക്രീനിങ്ങും ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിച്ച് ഇത് ചികിത്സിക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മോചനം നേടുവാൻ കഴിയും. വ്യക്തമാണ് ഡോക്ടർ. ഈ വാർദ്ധക്യകാലത്തെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ബലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഡിമെൻഷ്യ എന്ന് പറയുന്ന പ്രശ്നം നമുക്കറിയാം. ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മക്കുറവും അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കും, മക്കൾ കാണത്തില്ല, അവരെ കെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകത്തില്ല. അത്തരത്തിലുള്ള രോഗികളെ പൂർണ്ണമായിട്ട് നമുക്ക് അവർക്ക് കെയർ കൊടുക്കണം. ഹോസ്പിറ്റൽ കെയറിനേക്കാളും കൂടുതൽ ഫാമിലിയിലുള്ള സപ്പോർട്ടും കെയറുമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സപ്പോർട്ട് അവർക്ക് വേണം. പലപ്പോഴും അവരെ ഒറ്റപ്പെട്ടു പോയി നോക്കാൻ ആളില്ലാതെ, ആർക്കും താല്പര്യമില്ലാതെ അവരൊരു സമൂഹത്തിന് ബേർഡനായിട്ട് പലപ്പോഴും മാറ്റപ്പെടും. കാരണം അവർക്കൊരു പ്രൊഡക്റ്റീവ് ലൈഫ് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. അതിന് മക്കളുടെ സാമീപ്യവും അവരെ സപ്പോർട്ട് ചെയ്യാനും ഫാമിലികളും അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു കവചം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാർദ്ധക്യത്തില് വീഴ്ചകൾ സാധാരണമാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? നമുക്കറിയാവുന്നതുപോലെ വീണ് ആക്സിഡന്റ് ഉണ്ടായി, ഫ്രാക്ചർ ഉണ്ടായി, ഹോസ്പിറ്റലിൽ ധാരാളം ആൾക്കാർ അഡ്മിറ്റ് ആകുന്നുണ്ട്. കൂടുതലും വീഴ്ചയിൽ ഫ്രാക്ചർ ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ കാൽസ്യം ഡിപ്പോസിറ്റ് കുറവായിരിക്കും ബോൺസിൽ. പലപ്പോഴും അവരെ കെയർ ചെയ്യാൻ ആൾക്കാർ കാണത്തില്ല. അവരുടെ മെന്റൽ സ്റ്റാറ്റസ് കുറവായിരിക്കും, ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ചിലപ്പോൾ വീടുകളിലെ സ്റ്റെപ്പുകൾ ഹൈറ്റ് ഉള്ളതായിരിക്കും. അതുപോലെ ടോയ്ലറ്റിൽ വീഴുന്നുണ്ട് ധാരാളം ആൾക്കാർ. ബാത്റൂം സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വാർദ്ധക്യത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സ്ലിപ്പറി അല്ലാത്ത ബാത്റൂംസ്, അവരെ കെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം. സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുമ്പോൾ വീഴാതെ അതുപോലെ നോക്കേണ്ട ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്ക് പോവുകയും നടക്കുകയും സ്റ്റെപ്പുകൾ ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഈ വീഴ്ചയുടെ ഫലമായിട്ട് ഫ്രാക്ചറുകൾ ഉണ്ടായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി. പലപ്പോഴും അത് തക്ക സമയത്ത് ശരിയായ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കൂടുതലും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മറ്റ് കിഡ്നി ഫെയിലറും മറ്റ് രോഗങ്ങളും ഉണ്ടായി ആ വീഴ്ചയോടുകൂടി തന്നെ പലരും പ്രയാസത്തിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് പ്രായമായവർക്ക് നേരത്തെ തന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമാണ്. അവർക്ക് കാൽസ്യം അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് അവരുടെ ബോണി സ്ട്രക്ചറൊക്കെ നമുക്ക് ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ, നല്ല ഹൈലി ഗുണമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അവരുടെ വാർദ്ധക്യത്തിലെ ഒരു ഹെൽത്തി ലൈഫിലേക്ക് അവർ നടത്തുകയാണെങ്കിൽ ഈ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ആരോഗ്യ കരുത്ത് കൊടുക്കാനായിട്ട് അവരുടെ മക്കൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ആവശ്യം. പലപ്പോഴും മക്കളുടെ സാമീപ്യവും അവരെ കെയർ ചെയ്യാൻ ആൾക്കാരില്ലാതെ വരുമ്പോൾ അവർക്കുള്ള പോഷകമൂല്യങ്ങളുള്ള ആഹാരം കുറവായിരിക്കും. അതുകൊണ്ട് ശരീരത്തിന്റെ വീക്ക്നെസ് ഉണ്ടാവും. പലപ്പോഴും തന്നെത്താനെ നടന്ന് ജോലി ചെയ്യാനുള്ള കെൽപ്പ് കുറവായിരിക്കും. അപ്പോൾ വീഴാനുള്ള സാധ്യത കൂടും. ഇതിനുള്ള വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോടൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഗീത ചേരുന്നുണ്ട്. ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, പിന്നെ വാർദ്ധക്യകാല പ്രശ്നങ്ങളാണല്ലോ ഡോക്ടർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നപ്പം ഈ
എനിക്കിപ്പോ 69 വയസ്സായി. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളേ. മൂത്ത മോൻ 12 കൊല്ലായി എന്നെ വിട്ടു പോയിട്ട്. പിന്നെ രണ്ടാമത്തെ ആളുണ്ട്. അതും അങ്ങനെയാണ്. അപ്പൊ ഈ വയസ്സ് കാലത്ത് കുട്ടികൾ ഇങ്ങനെ വിട്ടു പോകുമ്പം നമ്മളെന്താ ചെയ്യാ? അതൊരു സാമൂഹിക പ്രശ്നമാണ്. ഇത് കേരളത്തിൽ നിന്നും മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഇപ്പം കുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളെ വിട്ടുപോവുക, അവരോട് ഉള്ള മാതാപിതാക്കളെ നോക്കണമെന്നുള്ള കടമയില്ല. അതിന് ഇപ്പം സർക്കാർ പല പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള പ്രോഗ്രാമുണ്ട്, സാമൂഹിക തലത്തിലുള്ള പ്രോഗ്രാമുണ്ട്. ഒറ്റപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ ഗ്രൂപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പകൽ വീടുകളുണ്ട്. അവരെ കെയർ ചെയ്യാനായിട്ട് നമുക്കൊരു സാമൂഹ്യ സുരക്ഷാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളെ സമൂഹത്തിലുള്ള പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറും അവർക്കുമൊക്കെ നിങ്ങളെ കെയർ ചെയ്യാൻ സാധിക്കും. ഒറ്റപ്പെട്ടവരെ താമസിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള സാമൂഹ്യ രംഗത്തും ആത്മീയ രംഗത്തുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് ലെവലുള്ള സംവിധാനങ്ങളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ വ്യക്തമായിട്ടുണ്ട് ഡോക്ടർ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഈ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഈ വാർദ്ധക്യകാലം കടന്നു പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? വാർദ്ധക്യകാലത്ത് ഒരു 60 കഴിയുമ്പോഴത്തേക്കും, 60 മുമ്പ് തന്നെ ഇപ്പോൾ കാറ്ററാക്ട് ഉണ്ടാകുന്നുണ്ട്, കേൾവിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ അത് സമഗ്രമായ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. കേൾവിക്കുറവാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ENT ഡിപ്പാർട്ട്മെൻറ്റുകാർ അതിൻ്റെ അഡ്വൈസ് കൊടുക്കും. ചിലർക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ചില ആൾക്കാർക്ക് അതിൻ്റെ ചെവിയിൽ എന്തെങ്കിലും കറക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കേൾവിയിൽ നിന്നും മോചനം കൊടുക്കുവാൻ പറ്റും. കൂടുതലും കാഴ്ചക്കുറവുണ്ടാകുന്ന റിഫ്രാക്റ്റീവ് എററാണ്, അതുപോലെ തന്നെ കാറ്ററാക്ട്. ഇതെല്ലാം ആരംഭത്തിൽ തന്നെ നമ്മൾ അത് നോക്കി, കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, ഐ ലെൻസ് പരിപാടിയുണ്ട്. നമ്മുടെ ഗവൺമെന്റ് തന്നെ വലിയ പ്രോഗ്രാം ഉണ്ട്, നാഷണൽ ലെവലിൽ പ്രോഗ്രാം ഉണ്ട്, കാറ്ററാക്ട് ഓപ്പറേഷൻസ് ഉണ്ട്, പ്രൈവറ്റ്ലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷൻസും കാറ്ററാക്ട് ഐ ചെക്കപ്പും കണ്ണാടികൾ ഉപയോഗിക്കുക, ഇത്രയൊക്കെ നമുക്ക് ഗവൺമെന്റിൽ തന്നെ പ്രോഗ്രാം ഉണ്ട്, പ്രൈവറ്റിൽ തന്നെ പ്രോഗ്രാം ഉണ്ട്. ഈ കാര്യങ്ങൾ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആക്സിഡന്റുകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റും, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ പറ്റും, മാനസികമായിട്ടുള്ള ആ സമ്മർദ്ദത്തിൽ നിന്നും മോചനം നേടുവാൻ പറ്റും. കാരണം നമ്മുടെ കണ്ണും ചെവിയും നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു 60 കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സാധാരണമായി ഏജിങ് പ്രോസസ്സാണ്. അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുവാനായിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യുവാണെങ്കിൽ 70 വയസ്സും 75 വയസ്സും 80 വയസ്സും ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ മറ്റൊരു ചോദ്യത്തിലോട്ട് പോകുകയാണ്. ഡോക്ടർ, ഈ വാർദ്ധക്യകാലത്തെ മാനസിക വിഷമതകളെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? വാർദ്ധക്യ സമയത്തുള്ളതല്ല, ഇപ്പോൾ തന്നെ മാനസിക വിഷമങ്ങളും സംഘർഷമുള്ള ഒരു വലിയ സമൂഹമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം വാർദ്ധക്യമാകുമ്പോഴത്തേക്കും ഈ സംഘർഷം കൂടും. കാരണം അവരിലുള്ള ഏകാന്തതയും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഇവരെ ധാരാളമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് അവരുടെ വാർദ്ധക്യത്തിനുണ്ടാകുന്ന വിഷാദരോഗം എന്ന് തുടങ്ങിയ സംഘർഷം, ഇത്തരത്തിലുള്ള പലവിധ രോഗങ്ങൾ അവർ ബാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്, അടിസ്ഥാന രോഗം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിലുള്ള ഒറ്റപ്പെടൽ, ഇത്തരത്തിലുള്ള പ്രാഥമികമായ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമായിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് വേണ്ട പരിഹാരം ചെയ്യണം. രണ്ടാമതായിട്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം ആവശ്യമാണ്. ഈ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് കൗൺസിലിങ്ങും ചികിത്സയും കൊടുക്കാൻ പറ്റും. ഇത്രയും കൊടുക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യത്തിലൂടെ ഒരാളെ മുൻപോട്ട് പോകാൻ പറ്റും. ഇത്തരത്തിൽ നേരത്തെ കണ്ടെത്തി യഥാർത്ഥത്തിൽ, അതായത് 15% ആൾക്കാരെ മാനസിക രോഗത്തിൽ ഉള്ള ആൾക്കാരാണ്.
അവരെ കണ്ടുപിടിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവര് വിഷാദ രോഗത്തിലേക്ക് മൂർച്ഛിച്ച് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്, കൂടുതൽ മാനസിക രോഗത്തിലേക്ക് പോയി പല പ്രശ്നങ്ങളിലേക്ക് ചാടുന്നുണ്ട്. അത്തരത്തില് ഉള്ള ആൾക്കാരെ പ്രായമായി കഴിയുമ്പോൾ ഉറക്കക്കുറവും വിഷാദ രോഗങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം നമുക്കറിയാൻ പറ്റും. അവര് വിദഗ്ധമായ ഒരു മാനസിക രോഗ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടുള്ള അതിനുള്ള ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അതോടുകൂടി ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ നാട്ടിലുണ്ട്. കുടുംബതലത്തിലും സമൂഹ തലത്തിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കണം. വ്യക്തമാണ് ഡോക്ടർ. ബുദ്ധിമുട്ടുള്ള വ്യക്തമാണ് ഡോക്ടർ. ഈ വാർദ്ധക്യകാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ വയോജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും? ശരിക്കും പറയുകയാണെങ്കിൽ വാർദ്ധക്യകാലത്തില് അവരൊറ്റപ്പെടാൻ പാടില്ല. അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ നാട്ടില് ഒരുപാട് മേഖലയുണ്ട്. ഇപ്പം പകൽ വീടുണ്ട്, സിറ്റിസൺ ഫോറം ഉണ്ട്, അതുപോലെ ക്ലബ്ബുകളുണ്ട്, അതുപോലെ പ്രാർത്ഥന മീറ്റിങ്ങുകൾ ഉണ്ട്. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. കാരണം വാർദ്ധക്യത്തിൽ ഏകാന്തതയിലും വിഷാദത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ ദൈവഭക്തിയും പ്രാർത്ഥനയും ഉള്ള അടിസ്ഥാനം ഇടുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾക്ക് അവർക്ക് ഒരു ആശ്വാസം കിട്ടും. അതോടുകൂടി തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമാണ്, മക്കളുടെ ഉത്തരവാദിത്വമാണ്. അയൽവാസികൾ അവരെ കെയർ ചെയ്യണം. അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ലിവിങ് ആവശ്യമാണ്. കാരണം ഒറ്റപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തുക, കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം അവരെ സഹായിക്കാനായിട്ട് പോവുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യാനുള്ള ഒരു ബാധ്യത മറ്റുള്ളവർക്കുണ്ട്. ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു ഷോക്ക് അബ്സോർബർ പോലെ തന്നെ സമൂഹം ഒരുമിച്ച് കുറെ കുടുംബങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും. അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവിടെ മക്കൾ വിളിക്കുന്നുണ്ടോ, അവർക്ക് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ആ സമൂഹത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട പ്രായമായവരെ പോയി അന്വേഷിക്കാനും കെയർ ചെയ്യാനും ഉള്ള ബാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ ഈ വാർദ്ധക്യം എങ്ങനെ മനോഹരമാക്കാം? ഈ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനം എങ്ങനെയായിരിക്കണം? അവരുടെ ആരോഗ്യം, ഭക്ഷണക്രമം, വ്യായാമം അതൊക്കെ എങ്ങനെയാണ്? നമുക്ക് അറിയാം, ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും ശരീരത്തിനേക്കാൾ കൂടുതലും മനസ്സിന്റെയാണ്. മനസ്സെപ്പോഴും ഒരു സന്തോഷമായി ഒരു ഹെൽത്തി ലൈഫ്, ഹെൽത്തി ഔട്ട്ലുക്ക് ഉണ്ടാകണം. കാരണം ഇപ്പം നമുക്കറിയാം, പഴയ മുഖ്യമന്ത്രിമാരൊക്കെ 90 വയസ്സായ ഒരു മുഖ്യമന്ത്രി ആകുന്നുണ്ട്, വിൻസ്റ്റൺ ചർച്ചിൽ, ഇങ്ങനെ വലിയ ഒത്തിരി പ്രായമുള്ള ആൾക്കാര്. അത് വാർദ്ധക്യം എന്നുള്ളത് അവരുടെ മനസ്സിന്റെയാണ്. ശരിക്കും മനസ്സ് എങ്ങാണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്തും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടാകണം. പ്രായം ഒരു പ്രശ്നമല്ല. നമ്മൾ പ്രായത്തെ അതിജീവിച്ച് ശരീരത്തിന്റെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, എപ്പോഴും പുഞ്ചിരിക്കുക, എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ മക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടുകയും, നമുക്കറിയാം ഒരു ഓണാഘോഷം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആഘോഷമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അത് വലിയൊരു ആശ്വാസമാണ്. അപ്പൊ അത്തരത്തിലുള്ള കൂടിച്ചേരലുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വയോജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മാനസികമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ കെയർ ചെയ്യാനായിട്ട് മറ്റുള്ള ആൾക്കാരുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതുപോലെ ഹോസ്പിറ്റലുകൾ ഇപ്പം ഒത്തിരി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോയി വീടുകൾ കണ്ടെത്തി ആ വീടുകളുള്ള വാർദ്ധക്യമുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റും. ഹോംലി കെയർ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഹോം കെയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. വ്യക്തമാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വാർദ്ധക്യകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും അതുപോലെ തന്നെ വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ഫെലിക്സ് ജോൺസ് ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.